ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾമേറ്റ്സ് മല്ലു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വീഡിയോയിൽ ഒരാളെ കൂടി കാണാം. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നേക്കാണ്. ഫസ്റ്റ് പരിപാടി അമ്പലത്തിൽ തൊഴലാണ്. പറഞ്ഞു കേട്ടെ. അപ്പം മെയ് 22 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. നമ്മൾ വീടിനടുത്ത് തന്നെയുള്ള ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ പോയത്. അവിടെ പോയി ആദ്യം തന്നെ നമ്മൾ പുഷ്പാഞ്ജലിക്ക് എഴുതിച്ചു, രസീതൊക്കെ വാങ്ങിച്ച് നേരെ അമ്പലത്തിൽ കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി. പിന്നെ ഏത് അമ്പലത്തിൽ പോയാലും അമ്പലക്കുളം അതൊരു വികാരം തന്നെയാണ്. ഇത് കുളമല്ല കേട്ടോ, അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു ചെറിയ തോടാണ്. 3 വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷത്തിലോട്ടാണ് കിടക്കുന്നത്. ഈ 3 വർഷത്തിൽ എൻ്റെ ഒപ്പം ജീവിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇഷ്ടായോ? എന്ത് ഗിഫ്റ്റായിരുന്നു പ്രതീക്ഷിച്ചേ? അതും യൂസ്ഫുൾ ആണ്. ഏത്? ഗോൾഡ് യൂസ്ഫുൾ ആണ്. ഒരു അസറ്റ് അല്ലേ? ഇത്തവണ വിചാരിച്ചു കുറെ നാളായാലും ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണമെന്ന് പറയണു. വിചാരിച്ചു എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചേക്കാം. അങ്ങനെ കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് എത്തിയിട്ടോ. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ചെണ്ടകൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. നല്ല രസമാണ് കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ ഒത്തിരി പണ്ട് കാലം മുതലേ ഉള്ള അമ്പലമാണ് കേട്ടോ. അതിൻ്റെ പഴമയൊക്കെ നമുക്ക് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എണ്ണത്തോണി ഇട്ടേക്കുന്ന കൊടിമരമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതു നേരെ പുറത്തിറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് അമ്പലത്തിൽ പോയാലും അവിടുത്തെ അമ്പലക്കുളം അതിലൊന്നും ഇറങ്ങിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ അമ്പലക്കുളത്തിലൊക്കെ ഇറങ്ങി പിന്നെ നമ്മുടെ ചെറിയൊരു വീഡിയോയൊക്കെ എടുത്തു. അതിനുശേഷം നേരെ വീട്ടിൽ വന്ന് കേക്ക് മുറിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ വീട്ടിൽ വന്ന് മോനെയും കൂട്ടി ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തൊന്ന് ചെറുതായിട്ട് ലളിതമായി 3ാം വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ 3 വർഷം ഒത്തിരി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. ഇനി അങ്ങോട്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റണേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു.